അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലതാ ജനാസയുടെ കൂടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരാൾ ചിരിക്കുന്നത് കാണുകയാണ്. ആ ചിരിക്കുന്നത് കണ്ട നേരത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വളരെ ദേഷ്യം പിടിച്ചുകൊണ്ട് ആ മനുഷ്യനോട് പറയുകയാണ്, അത്തദ്ഹഖു മഅൽ ജനാസ, ജനാസയുടെ കൂടെ നടക്കുമ്പോ നിനക്ക് ചിരിക്കാൻ കഴിയുന്നുവോ? ലാ ഉകല്ലിമുക അബദാ. അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിക്കുന്ന കക്ഷികളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളോട്, സ്വഹാബിമാരുടെ തീക്ഷ്ണത നിങ്ങൾ കാണൂ. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനോട് അതിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ താക്കീത് കൊടുത്തിട്ട് പറയുകയാണ്, ലാ ഉകല്ലിമുക അബദാ, ഞാനിനി നിന്നോട് മിണ്ടുന്നതല്ല. അയാളുമായുള്ള സംസാരം വടിയാനും ഞാൻ നീയുമായൊരു സംസാരമില്ല. കാരണം നീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനത്തിന് എതിര് പറഞ്ഞവനാണ്, അതിന് എതിര് നിന്നവനാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതിനെ ഗൗരവത്തോടെ എതിർക്കുകയാണ്. എത്രത്തോളം പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, കരിഹൽ ഉലമാഉ, പണ്ഡിതന്മാര് വെറുത്തിട്ടുണ്ട്, അൻ യതകല്ലമ അഹദുൻ ഫിൽ ജനാസ, ജനാസയുടെ കൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നടന്നു പോകുമ്പോ, നമ്മളൊരു മരണ വീട്ടിലാവട്ടെ, അതല്ലെങ്കിൽ ഖബർസ്ഥാനിലേക്ക് ജനാസയുടെ പിന്നാലെ പോകുമ്പോഴാവട്ടെ, സംസാരിക്കാനേ പാടില്ല. വലാ യഖൂലുൽ ഖായിലു ഇസ്തഗ്ഫിറൂ ലിഅഖീകും, നിങ്ങളുടെ അതാ മഞ്ചമിൽ ഏറിക്കൊണ്ടു പോകുന്ന, ആ മയ്യത്ത് കട്ടിലിൽ ഏറിക്കൊണ്ട് യാത്രയാകുന്ന സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണേ എന്നതുപോലും പറഞ്ഞ് സംസാരമുണ്ടാക്കാനോ ശബ്ദമുണ്ടാക്കാനോ പാടില്ല. ഫഖദ് സമിഅ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരിക്കൽ കേട്ടു, റജുലൻ, ഒരാളതാ ഫീ ജനാസത്തിൻ യസീഹു, ഒരു ജനാസയുടെ അടുക്കൽ ഹാജരായപ്പോൾ, ഒരു ജനാസയുമായി പോകുന്ന നേരത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്താണ് അയാൾ വിളിച്ചു പറയുന്നത്? ഇസ്തഗ്ഫിറൂ ലിഅഖീകും, നിങ്ങളുടെ ഈ മരണപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഈ മനുഷ്യനോട് പറയുകയാണ്, ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു, ലാ ഗഫറല്ലാഹു ലക്, അള്ള നിനക്ക് പൊറുത്തു തരാതിരിക്കട്ടെ, അള്ള നിന്നോട് പൊറുക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഗൗരവത്തിൽ പറഞ്ഞതാണ്. അഥവാ ഈ സമയം മൗനം പാലിക്കേണ്ട നേരമാണ്. മരണചിന്തയിൽ മനസ്സിങ്ങനെ മഥിച്ചുകൊണ്ട് ആ പോകുന്ന മനുഷ്യന്റെ സ്ഥിതി എന്താണ്, ഇനി ഞാനെന്റെ സ്ഥിതി എന്താണ്, ഈ രണ്ടുപേരുടെയും പാരത്രികമായ ലോകത്തിന്റെ സ്ഥിതി എന്താണ്, ഇങ്ങനെ മരണചിന്തയെ സംബന്ധിച്ച്, മരണാനന്തരം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഖബറിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച്, മഹ്ശറിനെ സംബന്ധിച്ച്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സ് ശാന്തമായി സമാധാനത്തോടെ മൗനമായി കൊണ്ട് നടക്കേണ്ട സ്ഥാനത്ത് ഇസ്തഗ്ഫിറൂ ലിഅഖീകും, അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് പോലും, അങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് പോലും വെറുക്കപ്പെട്ട സംഗതിയാണെന്ന് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താ നമ്മൾ ആലോചിച്ചു നോക്കിയപ്പോ എന്തെങ്കിലും ഉണ്ടോ? ആ മരിച്ചുപോയ സഹോദരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൂന്ന ഒരാൾ പറയുന്നത് തെറ്റുണ്ടോ? പക്ഷേ ആ സമയം അത് പറയാൻ കൽപ്പിക്കപ്പെട്ട നേരമല്ല. മൗനം പാലിച്ച് നടക്കാൻ പറഞ്ഞിടത്ത് മൗനം പാലിച്ച് നടക്കണം. ശാന്തഗംഭീരമാകേണ്ട സ്ഥാനത്ത് ശാന്തഗംഭീരമായിരിക്കണം. ഏറ്റവും വലിയ മനസ്സിന്റെ ശാന്തി അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ആ മരണബോധത്തെ സംബന്ധിച്ച് തന്റെ മനസ്സിനെ ഇങ്ങനെ യഥാർത്ഥമായ നിലക്ക് പഠിപ്പിച്ചുകൊണ്ട് വളരെ ശാന്തമായി മൗനിയായിക്കൊണ്ട് നടന്നു പോകലാണ് ആ ഘട്ടത്തിൽ വേണ്ടത്. എത്രത്തോളം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു ഒരിക്കൽ, അനിസ്സുകൂതി ഫിൽ ജനാസതി വമാദാ യജീഉ ബിഹി, ജനാസയുടെ അടുത്ത് ഹാജരാകുമ്പോഴും ജനാസയുടെ കൂടെ പോകുന്ന നേരത്തുമൊക്കെ മൗനം പാലിക്കുകയും അതുപോലെ തന്നെ നിശബ്ദരാവുകയും ചെയ്യേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. എങ്ങനെയൊക്കെയാണ് അത് പാലിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ മര്യാദ ശ്രദ്ധിക്കേണ്ടത്
എന്ന ചോദ്യത്തിന് മഹാനവറുകൾ പറയുന്നത്, അന്ത്യനാളിൽ നിന്റെ സ്ഥിതി നീ ഓർക്കണം. ഖിയാമത്ത് നാളിൽ പടച്ച തമ്പുരാന്റെ കോടതിയിലേക്കതാ ജനകോടികൾ മുഴുവനും ഒഴുകി വരുമ്പോഴും അവിടെ ഒരാൾ മിണ്ടുന്നില്ലല്ലോ, അവിടെ ഒരാൾ സംസാരിക്കുന്നില്ലല്ലോ. എല്ലാവരും മൗനികളായിക്കൊണ്ട് പേടിച്ചരണ്ട കൽബുമായിക്കൊണ്ട് വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ്, വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ. പരമകാരുണികനായ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും ഭയവിഹ്വലമായിക്കൊണ്ട് പതുങ്ങിയിരിക്കുന്നു. അവിടെ ഒന്നും കേൾക്കാനില്ല. ജനകോടികൾ ഒഴുകുന്ന പരലോകത്ത് ആർക്കും ഒന്നും സംസാരിക്കാനില്ല, സംസാരത്തിന്റെ ബഹളങ്ങളില്ല. പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, കാൽപ്പെരുമാറ്റമല്ലാത്ത ഏതാനും ചില ആ നിലക്കുള്ള ചില ചെറിയ ചെറിയ നീക്കങ്ങളല്ലാത്ത ഒന്നും അവിടെ കേൾക്കുന്നതല്ല. ഇതുപോലെ നീ ജനാസയുടെ കൂടെയാകുമ്പോ വളരെ ശാന്തനാവണം, മൗനിയാവണം. നിന്റെ ദിക്റ് കൊണ്ടോ ഖുർആൻ പാരായണം കൊണ്ടോ അതല്ലെങ്കിൽ സ്വലാത്ത് കൊണ്ടോ മറ്റേതെങ്കിലും വർത്തമാനങ്ങൾ കൊണ്ടോ ശബ്ദം ഉയർത്തിക്കൂടാ, സംസാരിച്ചുകൂടാ. നിങ്ങൾ നോക്കൂ, ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂദർദാ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയെ സംബന്ധിച്ച് പറയുന്നു, അദ്ദേഹത്തിനും ഉണ്ടായി ഒരിക്കലൊരു അനുഭവം. അദ്ദേഹം ഒരു ജനാസയുടെ കൂടെ പോകുമ്പോ അതാ നളറയില റജുലിൻ യദ്ഹഖു ഫീ ജനാസത്തിൻ, ജനാസയുടെ കൂടെ നടക്കുകയായിട്ട് പോലും ചിരിക്കുന്നത് കാണുകയാണ്. നിങ്ങൾ ഇന്നതാണ് നമുക്ക് ധാരാളം അത് കാണാമല്ലോ. ജനാസ സന്ദർശിക്കാൻ ചെന്ന വീട്ടിലാണെങ്കിൽ ആ മയ്യത്തൊരു കാണൽ ചടങ്ങാണ് പലർക്കും ഇന്ന് ചടങ്ങ്. അതിങ്ങനെ കണ്ടു കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഏതാ ദുന്യാവിന്റെ വർത്തമാനങ്ങൾ പറയുകയാണ്. വെറുതെ ഇരുന്നു കൊണ്ട് പലപ്പോഴും തമാശ പറയുകയാണ്. തമാശകൾ പലപ്പോഴും പുഞ്ചിരിയിലേക്കും, പുഞ്ചിരി ചിലപ്പോൾ പൊട്ടിച്ചിരിയിലേക്കും, അങ്ങനെ പല അവസ്ഥകളിലേക്കുമൊക്കെ നീങ്ങുമ്പോ ഇത് വളരെ ഗൗരവത്തോടെ മുസ്ലിമെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അതാണ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഖുർആനോദരുതെന്ന് പറഞ്ഞിട്ട് ഖുർആനോത്ത് നിർത്തിവെച്ചിട്ട് അതല്ലെങ്കിൽ ജനാസയുടെ കൂടെ പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലൽ നിർത്തിവെച്ചിട്ട് നീ രാഷ്ട്രീയം പറഞ്ഞോ, മറ്റു വർത്തമാനങ്ങൾ പറഞ്ഞോ, പത്രം വായിച്ചോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തോളൂ എന്ന് ജനങ്ങളോട് നമ്മൾ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ബുദ്ധികൾ പ്രസംഗിക്കുന്നുണ്ട്, ലേഖനം എഴുതുന്നുണ്ട്. സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുകയാണ്, മുജാഹിദ് മൗലവിമാർക്ക് മരിച്ച വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുന്നതേ തകരാറുള്ളൂ, അവിടെ വെച്ച് മാതൃഭൂമി വായിക്കാം, ദേശാഭിമാനി വായിക്കാം, ചന്ദ്രികാ പത്രം വായിക്കാം, മനോരമ വായിക്കാം, രാഷ്ട്രീയം പറയാം, അള്ളാന്റെ ഖുർആൻ ഓതുന്നത് മാത്രമേ ഈ വർഗത്തിന് വെറുപ്പുള്ളൂ എന്ന് നാണമില്ലാതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. എത്ര ഗുരുതരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പറഞ്ഞു, നിങ്ങൾ മരിച്ച വീട്ടിൽ ചെന്നാൽ ഖുർആൻ ഓതരുത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ജനാസയുടെ സമീപത്ത് ചെന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം ഖുർആൻ ഓതരുതെന്ന് പറഞ്ഞാൽ മറ്റു വർത്തമാനങ്ങൾ പറയണമെന്നാണോ, മറ്റു കാര്യങ്ങൾ സംസാരിക്കണമെന്നാണോ? അങ്ങനെയൊക്കെ ഗവേഷണം ചെയ്തെടുത്തിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളോട് വെറുപ്പ് ഉണ്ടാക്കി തീർക്കാനുള്ള കുതന്ത്രങ്ങൾ പലരും മെനയുമ്പോ പെട്ടുപോകരുത് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ജനാസയുടെ കൂടെ പോകുമ്പോഴും അവർക്ക് ദിക്റിനോടാണ് വെറുപ്പ്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പോലും, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അറേബ്യൻ മുശ്രിക്കുകളെ കുറിച്ചിറങ്ങിയ ആയത്താണത്. ആ മുശ്രിക്കുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവരതാ അഹങ്കാരികളായി തിരിഞ്ഞു നടക്കുന്നു എന്ന് മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞായത്ത്. അതാ മുജാഹിദിന്റെ സ്വഭാവമാണത്. ജനാസയുടെ കൂടെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾക്ക് വെറുപ്പാണെന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞ് ഖുർആനിനെ എടുത്ത് ദുർവ്യാഖ്യാനിക്കുന്ന കക്ഷികൾ പോലും സങ്കടത്തോടുകൂടെ പറയേണ്ടി വരുന്നു. ഈ രൂപത്തിലാണ് ആരോപണങ്ങൾ പറഞ്ഞു
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് നിങ്ങൾ അങ്ങനെ ദിക്ർ ചെല്ലണ്ട എന്ന് പറഞ്ഞ വേറെ വർത്താനം പറഞ്ഞു എന്നല്ല ഇതിന്റെ അർത്ഥം. ദിക്ർ പോലും ശബ്ദമുയർത്തിക്കൂടായെങ്കിൽ, ഖുർആൻ കൊണ്ട് ശബ്ദമുയർത്തിക്കൂടായെങ്കിൽ, സ്വലാത്ത് കൊണ്ട് ശബ്ദമുയർത്തിക്കൂടായെങ്കിൽ, ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കുക എന്താണ്, അതുപോലും പാടില്ലാത്ത സന്ദർഭമാണിതെങ്കിൽ ഞാൻ മൗനം പാലിക്കണമല്ലോ, മറ്റു വർത്തമാനങ്ങൾ പറയാൻ പാടില്ലല്ലോ, ഞാൻ ചിരിച്ചുകൂടല്ലോ. എങ്ങനെ ചിരി വരാനാണ് ജനാസയുടെ കൂടെ പോകുമ്പോ? അതാണ് ഖത്താദ റളിയല്ലാഹു തആല അൻഹു സംഭവം ഓർമ്മപ്പെടുത്തുന്നത്. അതാ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു ജനാസയുടെ കൂടെയായപ്പോ ഒരാൾ ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഫഖാല ലഹു, മഹാനവറുകൾ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഉടനെ തിരുത്തി കൊടുക്കുകയാണ്. അമാ കാന ഫീമാ റഅയ്ത മിൻ ഹൗലിൽ മൗതി മാ യുശ്ഗിലുക അനിൽ വഹ്കി, നീ മരണത്തിന്റെ ഈ ഭീകരമായ ഈ ദൃശ്യങ്ങളും അവസ്ഥകളും ഈ സാഹചര്യങ്ങളുമൊക്കെ കണ്ടിട്ടും നിനക്ക് ചിരി മതിയാക്കാനായിട്ടില്ലേ? നിനക്കെങ്ങനെ ചിരിക്കാനാകുന്നു? അപ്പോകുന്ന മനുഷ്യനെ കണ്ടില്ലേ? എങ്ങോട്ടാണ് ആ യാത്ര? നിനക്കും ഇതുപോലെ കിടന്ന് ഈ വാഹനത്തിൽ പോകണ്ടേ? അവസാന യാത്ര ഇതാ, അവസാന വാഹനപ്പുറത്തേറി പോകുന്നത് കാണുമ്പോഴും ചിരിക്കാൻ നിനക്കെങ്ങനെ സാധ്യമാകുന്നു? നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ചോദ്യമാണത്. മഹാന്മാരായ സ്വഹാബത്തും താബീഈങ്ങളുമൊക്കെ അതാ ജനാസയുടെ കൂടെയാകുമ്പോ, മരണപ്പെട്ട വീട്ടിലാകട്ടെ, ജനാസ അടക്കുന്ന ഖബറിന്റെ ചുറ്റുമാകട്ടെ, അതല്ലെങ്കിൽ ജനാസയുടെ കൂടെ യാത്ര പോകുന്ന നേരത്തോ ആകട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ കണ്ടെത്തിയാൽ പോലും വിദേശത്ത് നിന്ന് വന്നെത്തിയ ഒരു സഹോദരനാണ്, നാളുകളോളമായി ആ സഹോദരനെ ഞാൻ കണ്ടുമുട്ടിയിട്ട്, ഞാൻ അയാളെ കണ്ടുമുട്ടിയതൊരു മരണ വീട്ടിൽ വെച്ചാണ്, അതല്ലെങ്കിൽ ജനാസയുടെ കൂടെ നടക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ ഖബറിന്റെ സമീപത്ത് വെച്ചാണെങ്കിൽ സലാം പറയലല്ലാത്ത മറ്റൊരു വർത്തമാനങ്ങളും പറയാറില്ല. സുമ്മയൊരുവൻഹു ഇസ്തിഗാലം ബിമാ ഹുവ ഫീഹി, ഈ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് സംസാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലായിരുന്നു അവരുടെ പതിവ്. പറഞ്ഞ മനസ്സിലായോ? നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവ. നമ്മൾ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളോളമായിട്ട് കാണാത്ത ഒരു സ്നേഹിതനെ ഒരു മരണ വീട്ടിൽ വെച്ചാവും കാണുന്നത്, ജനാസയുടെ അരികിൽ വെച്ച്, അല്ലെങ്കിൽ ജനാസയുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാവും ശ്രദ്ധയിൽപ്പെടുന്നത്, അല്ലെങ്കിൽ ഖബർസ്ഥാനിൽ സംസ്കരണ ചടങ്ങുകൾ നടക്കുന്നതിനിടക്കാവും കാണുന്നത്. ആ നേരത്തൊരാളോട് കുശലം പറയാൻ പോകണ്ടാണ്. ആ നേരത്ത് സഹാബത്തും താബീഈങ്ങളുമൊക്കെ അങ്ങനെ ഒരാളെ കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയാലും അസ്സലാമു അലൈക്കും എന്ന് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള പ്രാഥമിക മര്യാദ സലാം പറയലിൽ ഒതുക്കലല്ലാത്ത മറ്റു കുശലാന്വേഷണങ്ങളൊന്നും, നീ എത്ര കാലമായി വന്നിട്ട്, എന്നാണ് നീ മടങ്ങി പോകുന്നത്, എന്താണ് നിന്റെ കുടുംബ വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ, എത്ര മക്കളുണ്ട്, എന്താണ് മറ്റു കാര്യങ്ങൾ, ഇതൊന്നും ചോദിക്കാൻ അവർക്ക് മനസ്സ് വന്നിരുന്നില്ല. കാരണം സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കിബിറ് കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല. ഇപ്പൊ അതൊന്നും ചോദിക്കേണ്ട നേരമല്ലല്ലോ. എന്റെ സഹോദരനല്ലേ ഖബറിലേക്ക് പോകുന്നത്, എന്റെ സഹോദരനല്ലേ ഖബറിൽ വെക്കപ്പെട്ടിരിക്കുന്നത്, എന്റെ സഹോദരനല്ലേ മരിച്ചു കിടക്കുന്നത്. അല്ലാ, എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ? ഞാൻ ആ സ്ഥാനത്താകുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലാ എന്നോർത്തുകൊണ്ട് ചിന്തിക്കേണ്ട നേരമായതുകൊണ്ട് മറ്റു വർത്തമാനങ്ങളിലേക്കൊന്നും തീരെ കടന്നുപോയിക്കൂടാ. ഇതാണ് സ്വഹാബത്തിന്റെ പതിവ്. ഈ ചരിത്രങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് നമ്മളോട്. ഞാൻ ഈ വായിച്ചതും കേൾപ്പിച്ചതും അല്ലാത്തതുമായ ഒട്ടേറെ സംഭവങ്ങൾ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ചരിത്രങ്ങളിൽ ഇങ്ങനെ മഹാന്മാരായ സ്വഹാബിമാരും താബീഈങ്ങളുമൊക്കെ മരണവീട്ടിൽ അവരുടെ അച്ചടക്കം, ജനാസയുടെ കൂടെ അവരുടെ അച്ചടക്കം, ജനാസ സംസ്കരണത്തിന്റെ ഘട്ടത്തിൽ അവരുടെ അച്ചടക്കം, ഇതൊക്കെ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. ഫഹാദാ അറിയണേ ജനങ്ങളെ, മുൻഗാമികളായ നമ്മുടെ നേതാക്കന്മാർക്ക് മിനൽ മൗത്തി, മരണത്തെ സംബന്ധിച്ചുള്ള പേടി ഇത്രത്തോളം ഉണ്ടായിരുന്നു.
മരിക്കണല്ലോ എന്നുള്ള പേടിയല്ല, അതുമായി ബന്ധപ്പെട്ട് പടച്ചവനെ നിന്റെ കോടതിയിൽ ആ ഒരവസ്ഥയെ സംബന്ധിച്ചുള്ള ബോധം കൊണ്ട് അവരുടെ മനസ്സിൽ നടുക്കമുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നത് നോക്കൂ, എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് ജനങ്ങളെ? അതാ ഭൂരിപക്ഷം ജനങ്ങളെയും ഇന്ന് നിനക്ക് കാണാം. യശ്ഹദുൽ ജനാസ, അവൻ ജനാസയുടെ അടുക്കൽ ഹാജരാകുന്നു, അവൻ ജനാസയുടെ കൂടെ ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും യൽഹൂൻ, അവൻ തമാശയിലാണ്. വയദ്ഹകൂന, അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളെപ്പറ്റി അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാർക്കറ്റിൽ വെച്ച് സംസാരിക്കും പോലെ കച്ചവട കാര്യങ്ങളും അതിന്റെ പുരോഗതിയും അതിന്റെ നേട്ടകോട്ടങ്ങളും, അങ്ങനെ ദുന്യാവിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാൻ തെല്ലും മടിയില്ലാത്ത ഒരു കാലമായി പോയല്ലോ ഇന്നത്തെ സ്ഥിതി എന്ന് ഈ പണ്ഡിതൻ ഇതൊക്കെ ഉദ്ധരിച്ചിട്ട് വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹത്തിന്റെ വിഷമം പങ്കുവെക്കുന്നു. ആളുകൾക്ക് മക്ബറയിൽ വെച്ച് പോലും അഥവാ ജനാസ ഖബറടക്കുന്നിടത്ത് വെച്ച് പോലും ഗീബത്ത് പറയാനോ ചിരിക്കാനോ, അതുപോലെ തന്നെ ജനാസയുടെ പിന്നാലെ പോകുമ്പോഴും മരണ വീട്ടിൽ വെച്ചും അത് ജനാസ അടക്കുന്ന സ്ഥലത്ത് ദൂരെ മാറി നിന്നിട്ടുമൊക്കെ പുകവലിക്കുന്ന ആളുകളില്ലേ? പുകവലി ഏത് സമയത്തും പാടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ ആ നികൃഷ്ടമായ സംഗതി ജനാസയുടെ കൂടെ പുകവലിച്ചുകൊണ്ട് നീങ്ങുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പലരും പറയുന്ന ആളുകളുണ്ട്, മൊബൈലെടുത്തുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്, മൊബൈലെടുത്തുകൊണ്ട് വിശേഷം പറയുന്നവരുണ്ട്. അതേപോലെ തന്നെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇന്നതാ മരണവീട്ടിൽ സന്ദർശിക്കാൻ ചെന്നാൽ അവിടെയും അവന്റെ മൊബൈലിൽ നിന്ന് സംഗീതമാണ് ഉതിരുന്നത്. ജനാസയുടെ കൂടെ പോകുമ്പോ സംഗീതമാണ് ഉതിരുന്നത്. നിസ്കാരത്തിന്റെ വേളയിൽ സംഗീതമാണ് പുറത്തു വരുന്നത്. അതാ ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ മനുഷ്യന്റെ മനസ്സിൽ അതാ പിന്നെയും ദുന്യാവിന്റെ മോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിലക്കുള്ള ചിന്തകൾ ഉദ്ദീപിപ്പിക്കുന്ന ആ വർത്തമാനങ്ങൾ അടങ്ങുന്ന കാര്യങ്ങൾ, അവിടെയും സംഗീതത്തിന്റെ ശബ്ദങ്ങൾ. ആ രൂപത്തിലൊക്കെ മനുഷ്യനിന്ന് ദുന്യാവുമായിട്ട് വല്ലാതെ കെട്ടുബന്ധങ്ങളായിപ്പോയി. മുൻഗാമികൾ അങ്ങനെയല്ല. കാരണം പണ്ഡിതന്മാര് പറയാനില്ല, അന്ന ജനായിസഹും കാനത്തലായിൽത്തിസാമിൽ അദബ്, അവരുടെ ജനാസകളൊക്കെ അവരുടെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ അദബോടെയായിരുന്നു, വളരെ അടക്കത്തോടെയായിരുന്നു, വളരെ ഭക്തിയോടെയായിരുന്നു, വളരെ വിനയത്തോടുകൂടിയായിരുന്നു. ഹത്താ, എത്രത്തോളം മുൻഗാമികളുടെ സ്ഥിതി എന്താണ്? ഇന്ന സാഹിബൽ മുസീബ കാന ലാ യഅരിഫു മിൻ ബൈനിഹിം ലികസറത്തി ഹുസ്നിൽ ജമീൽ. ഒരു വീട്ടിൽ ചെന്ന് നോക്കിയാൽ, അതല്ലെങ്കിൽ ഒരു ജനാസയുടെ കൂടെയാകുമ്പോ ആരാണ് ഈ മരണപ്പെട്ട വ്യക്തിയുടെ സന്തപ്ത കുടുംബങ്ങൾ എന്നുപോലും മനസ്സിലാക്കാൻ സാധ്യമല്ലാതിരിക്കുമാറ് വമാഹദഹും മിനൽ ഖലഖി വൽ ഇൻസിയാജി ബിസബബിൽ ഫിക്റതി ഫീമാഹും ഇലൈഹി സായിറൂന വഅലൈഹി ഖാദിമൂൻ. അത്രത്തോളം അവരുടെ മനസ്സിൽ ദുഃഖമുണ്ട്. ഒരു വീട്ടിൽ ചെന്ന് നോക്കിയാലേ, മരിച്ച വീട്ടിൽ കയറി നോക്കിയാലേ ആരാണിപ്പോ ഈ മരണപ്പെട്ടയാളുടെ കുടുംബം എന്ന് തിരിയൂല. കാരണം എല്ലാവരുടെ മുഖത്തും ഒരുപോലെ ദുഃഖം, എല്ലാവരുടെ മുഖത്തും വളരെ ശോകമുഖമായ അന്തരീക്ഷം, എല്ലാവരും വളരെ വ്യസനത്തിൽ, എല്ലാവരും വളരെ സങ്കടത്തിൽ. ആരാണ് മരണപ്പെട്ടയാളുടെ ഉറ്റ കുടുംബം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം മുസ്ലിമീങ്ങളെന്ന് ഒറ്റക്കെട്ട്, അത്രത്തോളം മുസ്ലിമീങ്ങൾക്കെന്ന് വലിയ ഒരാളുടെ വേദന, സർവരുടെയും വേദന, ഒരാളുടെ മാനസികമായ ദുഃഖം സർവർക്കും മാനസികമായ ദുഃഖമാണ്. ആ നിലക്ക് ഒറ്റക്കെട്ടായി ജീവിച്ച സ്വഹാബാ താബീങ്ങളുടെ കഥയെവിടെ? ഇന്നത്തെ സമുദായത്തിന്റെ സ്ഥിതി എവിടെ എന്ന് വിലപിക്കുകയാണ്, വിഷമം പങ്കുവെക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. അപ്പൊ മുൻഗാമികളുടെയൊക്കെ സമ്പ്രദായം അതാണ്. ആ സമ്പ്രദായത്തിനെതിരെ ധാരാളം ആളുകൾ നീങ്ങുന്നത് നിനക്ക് കാണാം. ഇമാം നവവി അത് രേഖപ്പെടുത്തുകയാണ്. മുൻഗാമികൾ ചെയ്തു വന്നിട്ടുള്ള നടപടിക്രമം, അതുപോലെ തന്നെ ഏറ്റവും ചൊവ്വായ രൂപം, ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട രീതിയും എന്താണ്? അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസയുടെ കൂടെ നടക്കുന്ന വേളയിൽ മൗനം പാലിക്കലാണ്. ഫലാ യുർഫഉ സൗത്തുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക, ഖുർആൻ ഓതുകൊണ്ടോ ദിക്ർ ചൊല്ലിക്കൊണ്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉരുവിട്ടുകൊണ്ടോ ശബ്ദം ഉയർത്തിക്കൂടാ. വൽ ഹിക്മത്തു ഫീഹി വാഹിറത്തുൻ, അതിലടങ്ങിയ യുക്തി ആർക്കും ചിന്തിക്കാതെ തന്നെ പ്രകടമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്.
എന്താ യുക്തി? വഹിയ അങ്ങനെ മൗനം പാലിച്ച് നടക്കലാണ്. അന്നഹു അസ്കനു ലിഖാതിരിഹി വഅജ്മഉ ലിഫിക്രിഹി ഫീമാ യതഅല്ലഖു ബിൽ ജനാസതി വഹുവൽ മത്ലൂബു ഫീ ഹാദൽ ഹാൽ. ഇത്തരം സന്ദർഭങ്ങളിൽ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അവന്റെ മനസ്സിനെ അതുമായി ഉടക്കി നിർത്തി അവന്റെ മനസ്സിന് സമാധാനം കൊടുത്ത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്തലാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. ഇവിടെ സംസാരത്തിന്റെ ഘട്ടമല്ല, ഇവിടെ ഖുർആനോത്തിന്റെ ഘട്ടമല്ല. ഫഹാദാ ഹുവൽ ഹഖ്, ഇതാണ് സത്യം കേട്ടോ, ഇത് മാത്രമാണ് സത്യം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നു, വലാ തഗ്തറ ബികസറതി മൻ യുഖാലിഫുഹു, ഇതിന് എതിര് ചെയ്യുന്നവരുടെ ആധിക്യം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. അതൊരു വല്ലാത്ത വാക്ക. എന്താണ് പറഞ്ഞത്? വലാ തഗ്തറ, നീ വഞ്ചിതനായിക്കൂടാ. ബികസറതി മൻ യുഖാലിഫുഹു, ഇതിന് എതിര് പ്രവർത്തിക്കുന്നവരുടെ ആധിക്യം കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട. കാരണം എന്താണ്? മനുഷ്യന്റെ മനസ്സിനുണ്ടാകുന്ന ഒരു ദുർബലതയുണ്ട്. അതെന്താ? ഏത് കാര്യമാകട്ടെ ഭൂരിപക്ഷം ഏതിന്റെ പിന്നാലെയാണോ അതിലേക്ക് മനസ്സ് ചായും. എന്ത് തന്നെ തോന്നിയാസമായാലും, എന്ത് തന്നെ കാര്യമായാലും, എന്ത് തന്നെ സുന്നത്തിന് വിരുദ്ധമായതായാലും, എന്ത് തന്നെ ഇസ്ലാമിനെതിരായുള്ള സംഗതിയാണെങ്കിലും പലപ്പോഴും ആളുകൾ പറയും, ഭൂരിപക്ഷത്തെ നോക്കിയിട്ട് പറയും, അവരൊക്കെ അതിന്റെ പിന്നാലെയില്ലേ, അത്രയും ആളുകൾ അതിന്റെ പിന്നാലെയില്ലേ, പിന്നെ നിങ്ങളായിട്ടെന്തിന് വിട്ടു നിൽക്കുന്നു, നിങ്ങളായിട്ടെന്തിന് വേറിട്ട് നിൽക്കുന്നു എന്നും പറഞ്ഞ് ഭൂരിപക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് സത്യത്തെ അസത്യമാക്കാൻ, ആ സത്യത്തെ സത്യമാക്കാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം സത്യമാണെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സത്യത്തിന് വിരുദ്ധമായി എല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നത് നീ കണ്ടാലും പെട്ടുപോകരുത് കേട്ടോ, ഉറച്ചു നിന്നോളണം എന്നാണ് പറയുന്നത്. അതാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്താ മഹാനവറുകൾ പറയുന്നത്? ഇൽസം തുറുഖൽ ഹുദാ വലാ യദുറക ഖില്ലത്തു സാലികീൻ വയ്യാക വതുറുഖൽ ളലാല വലാ തഗ്തർ ബികസറത്തിൽ ഹാലികീൻ. ഇതെല്ലാവരും പഠിച്ചു വെക്കണം. എപ്പോഴും ഈ സ്ഥാനത്തേക്ക് മാത്രമല്ല, ഏത് രംഗത്തും നമുക്ക് ബാധകമായ ഒരു മൗലിക തത്വ പറയുന്നത്. എന്താ പറയുന്നത്? ഈസം, നീ മുറുകെ പിടിച്ചോ, നീ ഉറച്ചു നിന്നോളണം, നീ മുറുകെ പിടിച്ചോളണം. തുറുഖൽ ഹുദാ, സന്മാർഗത്തിന്റെ വഴികൾ നീ മുറുകെ പിടിച്ചോളണം. ഹിദായത്തിന്റെ വഴി എന്താണെന്ന് മനസ്സിലായിട്ട് അത് നീ മുറുകെ പിടിച്ചോളണം. വലാ യദുറക ഖില്ലത്തുസ് സാലികീൻ, ആ സത്യത്തിലേക്ക് പ്രവേശിച്ചവരുടെ എണ്ണം വളരെ കുറവാണല്ലോ എന്നോർത്തിട്ട് നീ സങ്കടപ്പെടരുത്. സത്യത്തിന്റെ പിന്നാലെ എന്നും ആളുകൾ കുറവായിരിക്കും, സത്യത്തെ അംഗീകരിക്കുന്നവർ എന്നും ന്യൂനപക്ഷമായിരിക്കും. അത് ഈ ലോകത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഖുർആൻ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ? കുല്ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു വലൗ അഅജബക കസറത്തുൽ ഖബീസ്, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല കേട്ടോ. ചീത്തയുടെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, എവിടെ നോക്കിയാലും ചീത്തക്കായിരിക്കും മെജോറിറ്റി. ചീത്തയുടെ മെജോറിറ്റി കണ്ടിട്ട് അത് ശരിയല്ലേ, അതിനും കുറച്ച് കാര്യല്ലേ എന്ന് തോന്നിപ്പോകരുത്. സത്യത്തിലേക്ക് പ്രവേശിച്ചവരുടെ എണ്ണം, സത്യം പറയുന്നവരുടെ എണ്ണം, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതല്ലേയുള്ളൂ. അത് കമ്മിയല്ലേ എന്നോർത്തിട്ടും നിനക്ക് വിഷമം തോന്നരുത്. മഹാനവറുകൾ പറയാൻ പിന്നെയും നിർത്തിയില്ല, പിന്നെയും പറയുന്നു, വയ്യാക്കാനീ സൂക്ഷിച്ചോളണം. ലലാലത്തിന്റെ വഴികളെ സൂക്ഷിച്ചോളണം. വഴികേടിന്റെ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വലാ തഗ്തറ ബികസറത്തിൽ ഹാലികീൻ, ആ വലാലത്തിന്റെ പാതയിലേക്ക് പ്രവേശിച്ചവരുടെ എണ്ണം ഒരുപാടുണ്ടാകും. പക്ഷേ അത് കണ്ടിട്ട് നീ വഞ്ചിതനായി പോകരുത്. നമ്മളെ മനസ്സ് പതറിപ്പോകും ഒരു രംഗാത്. എന്താണെന്നറിയോ? കൂടുതൽ ആൾക്കാരൊരു കാര്യം ചെയ്യുമ്പോ ഇന്ന് വിട്ടു നിൽക്കണമെങ്കിൽ വല്ലാത്തൊരു മനക്കരുത്ത് വേണം, വല്ലാത്തൊരു മനക്കരുത്ത് വേണം. എല്ലാവരും ഒന്നിന്റെ പിന്നാലെയാണ്. അപ്പൊ നിനക്ക് മനസ്സിലായത് ശരിയല്ല, നീ വിട്ടുനിന്നാൽ വല്ലാത്തൊരു പരീക്ഷണമാണത്, വല്ലാത്തൊരു പരീക്ഷണമാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പക്ഷേ പതറാൻ പാടില്ല, പതറാൻ പാടില്ല. എത്ര
എത്രയോ ആളുകൾ ചെയ്യട്ടെ, ആരും ചെയ്യാതിരിക്കട്ടെ. ആളുകൾ ചെയ്യലോ ചെയ്യാതിരിക്കലോ, ആളുകൾ അനുകൂലിക്കലോ പ്രതികൂലിക്കലോ, സാമ്പത്തിക ശേഷിയുള്ളവരേതിന്റെ പിന്നാലെയാണോ, പാവങ്ങളേതിന്റെ പിന്നാലെയാണോ, പണക്കാരേതിന്റെ പിന്നാലെയാണോ, നേതാക്കളേതിന്റെ പിന്നാലെയാണോ എന്നൊന്നും നോക്കിയിട്ടല്ല ഒരു സത്യവും അസത്യവും നീ മാനദണ്ഡമാക്കേണ്ടത്. എന്താ മാനദണ്ഡം? പ്രമാണത്തിലുണ്ടോ? പ്രമാണങ്ങളിലുള്ളത് ഒറ്റക്കാണെങ്കിലും ഒറ്റക്ക് ചെയ്തോ, ഒറ്റക്ക് ചെയ്തോ. നീ ഒറ്റക്കാണെങ്കിലും അത് ചെയ്തോളണം, ഒറ്റക്കാണെങ്കിലും ചെയ്തോളണം. അതാണ് ഇസ്ലാമികമായിട്ടുള്ള നമ്മുടെ മര്യാദ. ഇവിടെയൊക്കെ ഭരണവീടുകളിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, വിവാഹവേദികളിൽ, അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഒട്ടേറെ മേഖലകളിൽ പലപ്പോഴും തിന്മ കരുനിൽക്കുന്ന, അതിന് പച്ചക്കൊടി കാണിക്കുന്ന ധാരാളം പണക്കാരുണ്ടാകും, ധാരാളം നേതാക്കളുണ്ടാകും, അനുയായികളുണ്ടാകും, പലരുമുണ്ടാകും. പക്ഷെ അവിടെയൊന്നും ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന നിലയ്ക്ക് പതറിപ്പോകരുത്. ഒറ്റക്കാണെങ്കിലും ഉറച്ചു നിന്നോളണം എന്നതാണ് ഇസ്ലാമിന്റെ. അവിടെ ക്ഷമ പാലിക്കുക. അവിടെ നമുക്ക് ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഏതൊരു രംഗത്തും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പൊതു തത്വമാണത് പ്രിയപ്പെട്ടവരെ. ഈ നിലയ്ക്ക് ജനാസയുമായി ബന്ധപ്പെട്ടിടത്തും കാണുന്ന ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടാകും. അതൊക്കെ കൂടുതൽ ആളുകൾ അതല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അതൊക്കെ ശരിയായിരിക്കാമെന്ന നിലയ്ക്ക് കൂടിക്കൊടുക്കുകയല്ല വേണ്ടത്. ഒറ്റക്കാണെങ്കിലും നീ പ്രതിഷേധിച്ചു മാറി നിൽക്കേണ്ടതുണ്ട്. തിന്മയാണോ, ശരിയല്ലെന്ന് തോന്നിയിട്ടുണ്ടോ, പ്രമാണബദ്ധമാണോ, നിനക്കുറപ്പുണ്ടോ എങ്കിൽ നീ മാറി നിൽക്കുക. നിനക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അല്ലാതെ ഒപ്പം കൂടികളായി ഒപ്പം കൂടി കൊടുക്കുകയല്ല വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കെന്താണ് കഴിയുക, ആ കഴിവിന്റെ അപ്പുറം അല്ലാഹു നമ്മളോട് ഒരാളോടും കൽപ്പിച്ചിട്ടില്ല. നീ ഒരു തിന്മ കണ്ടാൽ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയണം. അതെനിക്ക് അധികാരമുള്ളയിടത്താണ്, എനിക്ക് ശക്തി പ്രയോഗിക്കാൻ കഴിയുന്നിടത്താണ് ആ നിർദ്ദേശം എന്നോടും നിങ്ങളോടുമൊക്കെയുള്ളത്. സാധ്യമല്ലെങ്കിൽ തിന്മക്കെതിരെ നീ നാവുകൊണ്ട് പ്രതികരിക്കുക, എതിർക്കുക, പറയുക, അതിന്റെ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ടും ആ തിന്മ മാറുന്നില്ലയോ, സാധ്യമല്ലയോ, നീ വിട്ടു നിൽക്കുക. നിന്റെ ഖൽബ് കൊണ്ട് നീ പ്രതിഷേധം പ്രകടിപ്പിക്കുക. അതിൽ നിന്ന് വിട്ടുനിൽക്കുക, ബഹിഷ്കരിക്കുക. അതും കൂടി ചെയ്യാൻ നിനക്ക് സാധ്യമല്ലെങ്കിൽ ഹൃദയത്തിൽ ഈമാനിന്റെ തരിമ്പ് പോലുമില്ലെന്ന് ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സത്യത്തോടാണ് പ്രതിബദ്ധത, ഭൂരിപക്ഷത്തോടല്ല, മറ്റേതെങ്കിലും സ്വാധീനങ്ങളോടല്ല, സത്യത്തോടാണ് പ്രതിബദ്ധത. ഏത് രംഗത്തും ഈ വിഷയം തീരുവോളവും ഈ വിഷയത്തിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മളത് മനസ്സിലാക്കിയിരിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലർ ന്യായം പറയുന്നു, ജനാസയുടെ അരികിൽ വെച്ച് ഖുർആൻ ഞങ്ങൾ ഓതുന്നത് അവിടെ ഇരുന്ന് ആളുകൾ വർത്താനം പറയുന്നത് കൊണ്ടാണ്. ആ വർത്തമാനം പറയലും ആണെങ്കിൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതിയാ പിന്നെ എല്ലാവരും ഉണ്ടാതിരുന്നോളും. ജനാസയുടെ കൂടെ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി നടക്കുന്നത്, ആളുകൾ അതിന്റെ കൂടെ മറ്റു വർത്താനം പറഞ്ഞ് നടക്കുന്നത് ഇല്ലാതാക്കാനാണ്. ഇങ്ങനെയല്ല ഇസ്ലാമിന്റെ ഒരു കാര്യം ചെയ്യേണ്ടത്. ഒരിടത്ത് ഒരു കൂട്ടർക്ക് ഇസ്ലാമിന്റെ മര്യാദ അറിയില്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ തൽസ്ഥാനത്ത് നമ്മളൊരു വിധേയത്ത് നടപ്പിലാക്കുകയല്ല. അനൊരിക്കൽ മുമ്പ് സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ജുമാ ഖുത്ബ നടക്കുന്ന നേരത്ത് അതാ തന്റെ സഹോദരനോട് മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നത് പോലും നമ്മുടെ സംസാരത്തിൽ പെട്ടതായതുകൊണ്ട് നമ്മുടെ ഖുത്ബ നഷ്ടപ്പെടാനും ജുമാ നഷ്ടപ്പെടാനും കാരണമാകുമെന്നും അത്രത്തോളം മൗനിയായിട്ടിരുന്ന് ഖുത്ബ ശ്രവിക്കണമെന്നും പറയുമ്പോ ഒരാൾ പറയണത്, ഒരാൾക്ക് ഇങ്ങനെ തോന്നുന്നതിന് ആൾക്കാരിങ്ങനെ മിണ്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പൊ എന്താണ്, അവരിപ്പോ ഇങ്ങനെ ഖുത്ബയൊന്നും അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് എല്ലാവരും ഖുർആൻ ഓതാൻ പറ, അല്ലെങ്കിൽ എല്ലാം പറയാ എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാകുമോ? മൗനം പാലിച്ച് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കേണ്ടിടത്ത് അതാണ് സുന്നത്തെന്ന് ജനങ്ങളെ പഠിപ്പിക്കലാ വേണ്ടത്. അതല്ലാതെ അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു പരിപാടി നടപ്പിലാക്കുക എന്നും പറഞ്ഞിട്ട് നടപ്പിലാക്കേണ്ടതല്ല. സമൂഹത്തിൽ പല അനാചാരങ്ങളും കടന്നു വന്നത് അങ്ങനെയാണ്. ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ടേ ജനാസയുടെ കൂടെ ഇങ്ങനെ മൗനമായിട്ടാ പോകേണ്ടത്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോഴാണത്രേ ദിക്ർ ചൊല്ലൽ തുടങ്ങിയത്. അതിന് ദിക്ർ ചൊല്ലൽ തുടങ്ങിയല്ല വേണ്ടത്, ആ മനുഷ്യന്മാരോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വേണ്ടത്. സംസാരിക്കരുത്, ഇസ്ലാമിന്റെ നിയമം പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഒരു നിയമത്തിൽ നിന്ന്
ജനങ്ങൾ കുതറിമാറുമ്പോ അതില്ലായ്മ ചെയ്യാൻ തൽസ്ഥാനത്ത് മറ്റൊരു വിദഅത്ത് കൊണ്ടുവരലല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നാം ചെയ്യേണ്ടത്. മറിച്ച് ഏതൊരു കാര്യങ്ങളിലാണെങ്കിലും എന്താണോ നിയമം ആ സ്ഥാനത്ത് പഠിപ്പിക്കേണ്ടത്, പകർന്നു കൊടുക്കേണ്ടത്, അത് പഠിപ്പിക്കുക, അത് പകർന്നു കൊടുക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, ജനാസയെ അനുഗമിക്കുന്ന രീതിയെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസയുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഏത് രൂപത്തിൽ എങ്ങനെ നടക്കലാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്? അഥവാ അതിന്റെ മുന്നിൽ നടക്കലാണോ, പിന്നിൽ നടക്കലാണോ, വലതുഭാഗത്ത് നടക്കലാണോ, ഇടതുഭാഗത്ത് നടക്കലാണോ, എങ്ങനെയാണ് ജനാസയുടെ കൂടെ പോകേണ്ടത്? പണ്ഡിതന്മാര് പറയുന്നത് വയജൂസുൽ മശിയു അമാമഹാ വഖൽഫഹാ വഅൻ യമീനിഹാ വയസാരിഹാ അലാ അൻ യകൂന ഖരീബൻ മിൻഹാ ഇല്ല الراكب فيسير خلفها لقوله صلى الله عليه وسلم الراكب يسير خلف الجنازة والماشي حيث شاء منها. എന്താണ് പറയുന്നത്? ജനാസ വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ, മയ്യത്ത് കട്ടിലിൽ ജനാസയും വഹിച്ചുകൊണ്ട് പോകുമ്പോ ആളുകൾ നടക്കേണ്ടത് മുന്നിലാണോ പിന്നിലാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുന്നിലും നടക്കൽ അനുവദനീയമാണ്, പിന്നിൽ നടക്കലും അനുവദനീയമാണ്. മയ്യത്ത് കട്ടിലിന്റെ വലതുഭാഗത്തും നടക്കാം, ഇടതുഭാഗത്തും നടക്കാം. പക്ഷേ ജനാസയുമായി അടുത്ത അവലായപ്പോഴും നല്ലത് ഇല്ല റാക്കിബു, വാഹനത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴികെ അവൻ അതിന്റെ പിന്നിലാണ് യാത്ര ചെയ്യേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അർറാക്കിബു യസീറു ഖൽഫൽ ജനാസ, ജനാസയുടെ പിന്നിലാണ് വാഹനത്തിലേറിയവൻ സഞ്ചരിക്കേണ്ടത്. വൽ മാശി, നടന്നു പോകുന്നവനോ ഹൈസു ശാഅ മിൻഹാ, ഉദ്ദേശിക്കുന്നിടത്തൊക്കെ അവന് നടക്കാം. അഥവാ ഖൽഫഹാ വ അമാമഹാ വ അൻ യമീനിഹാ വ അൻ യസാരിഹാ ഖരീബൻ മിൻഹാ, ജനാസയുടെ അടുത്തിങ്ങനെ ചുറ്റിപ്പറ്റുന്ന നിലക്ക് ഇങ്ങനെ ഒപ്പം പോവുക. അത് ഏറ്റവും പ്രാധാന്യം എന്താണ്? മുന്നിലും പിന്നിലുമൊക്കെ നടക്കാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠകരമായത് പിന്നിൽ നടക്കലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിനോട് ഏറെ യോജിക്കുന്നത് ആ നടത്തമാണ്. കാരണം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വത്തബിഉൽ ജനായിസ, നിങ്ങൾ ജനാസയെ പിന്തുടരൂ എന്നാണല്ലോ, നിങ്ങൾ ജനാസയെ അനുഗമിക്കൂ എന്നാണല്ലോ. അപ്പൊ ജനാസയെ പിന്തുടരുക എന്നത് വാക്കർത്ഥത്തിൽ തന്നെ പാലിക്കപ്പെടണമെങ്കിൽ ജനാസയുടെ പിന്നിൽ തുടരലാണ്, ജനാസയുടെ പിന്നിൽ നടക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. ആ നിലക്കുള്ള ചില റിപ്പോർട്ടുകളൊക്കെ സഹാബിമാരിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു തആല അൻഹു ഒക്കെ അതിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. അൽ മശിയു ഖൽഫഹാ അഫ്ളലു മിനൽ മശി അമാമഹാ, ജനാസയുടെ മുന്നിൽ നടക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത് ജനാസയുടെ പിന്നിൽ നടക്കലാണ്. ആ നിലയ്ക്ക് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ വാഹനപ്പുറത്ത് പോകുന്നതിനെ സംബന്ധിച്ച് അത് നല്ലതല്ല. ജനാസയുടെ പിന്നാലെ പോകുമ്പോൾ വാഹനത്തിലേറിപ്പോകൽ നല്ലതല്ല. അനുവദിക്കപ്പെട്ടതാണെങ്കിലും അത് നല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു ജനാസയുടെ കൂടെ നടക്കുമ്പോ ഉത്തിയ ബിദാബ്ബ, അന്നത്തെ വാഹനം എന്ന് പറഞ്ഞാൽ മൃഗാണല്ലോ, ഒരു മൃഗം കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, പ്രവാചകരെ അങ്ങ് ഇതിന്മേൽ യാത്ര ചെയ്തോളൂ. ഫഅബാ അൻ യർകബഹാ, അവിടുന്ന് അതിന്മേൽ കയറാൻ വിസമ്മതിച്ചു, അവിടുന്ന് ആ വാഹനപ്പുറത്തേറാൻ വിസമ്മതിച്ചു. ഫലമ്മൻ സറഫ, അങ്ങനെ ജനാസ അടക്കമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഉത്തിയ ബിദാബ്ബ, അതേ മൃഗം കൊണ്ടുവരപ്പെട്ടപ്പോൾ ഫറകിബ, അവിടുന്ന് തിരിച്ചു വരുമ്പോ വാഹനത്തിൽ ഏറുകയും ചെയ്തു. ഫഖീല ലഹു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടു, എന്താണ് പ്രവാചകരെ അങ്ങ് അങ്ങോട്ട് പോകുമ്പോൾ ചെയ്തില്ലല്ലോ, ഇങ്ങോട്ട് വന്നപ്പോൾ വാഹനത്തിൽ കയറിയല്ലോ, എന്താണ് ഈ വ്യത്യാസത്തിന്റെ കാരണം? സഹാബിമാരങ്ങനെയാണല്ലോ, അവർക്ക് സംശയം തോന്നിയാൽ ദീനല്ലേ പഠിക്കാനുള്ള ആവേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇന്നൽ മലായികത കാനത്ത് തംശീ فلما كل يركب وهم يمشون فلما ذهبوا ركبتوا. അല്ലാഹുവിന്റെ മലക്കുകളതാ ജനാസയുടെ കൂടെ പോകുമ്പോൾ അവര് നടത്തത്തിലാണ്. അവര് നടന്നു പോകുന്നിടത്ത്, മലക്കുകൾ നടന്നു പോകുന്നിടത്ത് വാഹനത്തിലേറാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതേ അവസരത്തിൽ അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പിരിഞ്ഞുപോയി. ഫലമ്മാ ദഹബു, അവരൊക്കെ പിരിഞ്ഞുപോയപ്പോൾ റകിബതു, തിരിച്ചു വരുമ്പോൾ ഞാൻ
വാഹനത്തിലേറുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തിരിച്ചു പോരുമ്പോ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് അനുവദനീയാണ്. അങ്ങോട്ട് പോകുമ്പോ വാഹനത്തിലേറുന്നത് കറാഹത്താണ്, ഇങ്ങോട്ട് വരുമ്പോ വാഹനത്തിലേറുന്നത് കറാഹത്ത് പോലുമില്ലാത്ത ജായിസാണ് എന്നാണ് ഇപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. ആ രൂപത്തിലുള്ള വേറെയും റിപ്പോർട്ടുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സഹീഹായ സംഭവങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോ ജനാസയുടെ മുന്നിൽ നടക്കലും പിന്നിൽ നടക്കലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇതാണ് അതുമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പ്രിയപ്പെട്ടവരെ, ജനാസ കാണുന്ന അവസരത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ടോ? നമ്മുടെ സമീപത്തുകൂടെ ഒരു ജനാസ കടന്നു പോവുകയാണ്. അങ്ങനെ ജനാസ കടന്നു പോകുന്ന നേരത്ത് എന്താണ് നാം ആ ഘട്ടത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജനാസ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. പിന്നീട് പ്രവാചകൻ അത് ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പൊ ആളിന്റെ അടിസ്ഥാനത്തിൽ ജനാസ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ മുമ്പുണ്ടായിരുന്ന സമ്പ്രദായമാണെന്നും ഇപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നും അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അതേ അവസരത്തിൽ ഈ രണ്ട് സംഭവങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പണ്ഡിതൻ ലോകം എത്തിയിട്ടുള്ള ചില അഭിപ്രായങ്ങളുമുണ്ട്. ഒന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അർറാജിഹു അന്നൽ ഇൻസാന ഇദാ മറത്ത് ബിഹിൽ ജനാസ ഖാമ ലഹാ. ഒരാളുടെ സമീപത്തുകൂടെ ഒരു ജനാസ കടന്നു പോവുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കലാണ് നല്ലത്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബിദാലിക വഫഅലഹു വൈളാ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ട് കൽപ്പിച്ചിട്ടുമുണ്ട്, അവിടുന്ന് അത് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ സുമ്മ തറക്കഹു, പിന്നീട് നബി തിരുമേനി അത് ഉപേക്ഷിച്ചിട്ടുമുണ്ട്. വൽ ജംഉ ബൈന ഫിഇലിഹി വതർക്കിഹി, അവിടുത്തെ പ്രവൃത്തി ഒരിക്കലുണ്ടായി, ഒരിക്കൽ അവിടുന്ന് ഉപേക്ഷിക്കുകയും ചെയ്തത്. കൂട്ടിയോജിപ്പിക്കുമ്പോൾ അന്ന തർക്കഹു, അവിടുന്ന് ഒരു കാര്യം ഉപേക്ഷ വരുത്തിയത് എന്തിനാണ്? ഒരിക്കൽ നബി എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അതെന്തിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിയുബയ്യിന, വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്. അന്നൽ ഖിയാമ ലൈസ ബിവാജിബിൻ, ജനാസ കാണുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കൽ വാജിബാണ്, ഒരു നിർബന്ധമാണ്, തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. ചില ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുന്നതിൽ നിർബന്ധമൊന്നുമല്ല. ആരെങ്കിലും അങ്ങനെ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അവനൊരു മഹാപാപം ചെയ്തു, അല്ലെങ്കിൽ ഒരു വാജിബായ കാര്യം നഷ്ടപ്പെടുത്തി, ഒരു ഹറാമ് ചെയ്തു എന്നൊന്നും പറയാൻ വകുപ്പില്ല എന്ന് ഇന്ന് ആധുനിക ലോകത്ത് അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരുടെയും ഫത്വ ശേഖരങ്ങളിൽ നമുക്ക് ഈ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അങ്ങനെ എഴുന്നേറ്റ് നിന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ലതാണ്, എന്നാൽ നിർബന്ധമല്ല എന്നഭിപ്രായപ്പെടുന്നവരും, അതേ അവസരത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും അതിനില്ല, വേണമെങ്കിൽ എഴുന്നേൽക്കാം ആദരിച്ചുകൊണ്ട് എന്നഭിപ്രായപ്പെട്ടവരും ഒക്കെ പണ്ഡിത ലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരിക്കൽ ഖൈസർ റളിയല്ലാഹു അൻഹു സഹൽ റളിയല്ലാഹു അൻഹു കൂടെ ഖാദിസിയ എന്ന് പറയുന്ന പ്രദേശത്തിരിക്കുന്ന നേരത്തെ ഒരു ജനാസ അതിലൂടെ കടന്നുപോയപ്പോ ഈ രണ്ട് സഹാബിമാരും എഴുന്നേറ്റുന്നപ്പോ അവരോട് പറയപ്പെട്ടു, അവരിങ്ങനെ മുസ്ലിമീങ്ങളൊന്നും അല്ലല്ലോ, മുസ്ലിമീങ്ങളല്ലാത്തവരുടെ ജനാസ കാണുമ്പോൾ അങ്ങനെ നീക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അവർ രണ്ടാളും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തൊരു യഹൂദിയുടെ ജനാസ കടന്നുപോയപ്പോ അവിടുന്ന് എഴുന്നേറ്റ് നിന്നപ്പോ അതൊരു യഹൂദിയല്ല നബിയെ എന്ന് ചോദിച്ചപ്പോൾ അലൈസത്ത് നഫ്സ, എന്താ ജൂതനും മനുഷ്യനല്ലേ, അതും ഒരു ആത്മാവ് തന്നെയല്ലേ എന്ന് അവിടുന്ന് പ്രതികരിച്ചിട്ടുണ്ടൊരിക്കൽ. അത് ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ടങ്ങനെ അമുസ്ലിമാണെങ്കിലും ജനാസ കടന്നു പോകുന്നത് അമുസ്ലിമിന്റേതാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ അതൊരു തെറ്റല്ല, അതൊരു വെറുക്കപ്പെട്ട സംഗതിയല്ല. കാരണം മുസ്ലിമോ അമുസ്ലിമോ എന്നല്ല, അതായാലും മരണമല്ലേ നടന്നത്, മനുഷ്യന്റെ അന്ത്യമാണല്ലോ നടന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ ഒരു മാനസികമായ അവസ്ഥ കാരണത്താൽ പെട്ടെന്ന് മനുഷ്യൻ എഴുന്നേറ്റ് പോവുകയാണ് എന്ന് അവരവിടെ പഠിപ്പിക്കുകയാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം, ജനാസ കുളിപ്പിച്ച ആളുകൾ കുളിക്കൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു നിർബന്ധമൊന്നുമില്ല, കുളിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ജനാസ വഹിച്ച ആളുകൾ അവർക്കും വുദൂഎടുക്കൽ സുന്നത്തുണ്ട്. മൻ ഗസ്സല മയ്യിതൻ, ആരെങ്കിലും ഒരു മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ. വമൻ ഹമലഹു ഫൽയതവല്ല, ആരെങ്കിലും ഒരു ജനാസ ചുമന്നുകൊണ്ട് പോയാൽ അവൻ വുദൂ ചെയ്യട്ടെ. ഇതൊന്നും നിർബന്ധത്തെ കുടിക്കാനല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നുവെങ്കിൽ അത് നല്ലതാണ് എന്നഭിപ്രായപ്പെട്ടിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പലരും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ജനാസയുടെ
മുകളിൽ പുഷ്പചക്രം കൊണ്ടുവന്ന് വെക്കുന്ന ഏർപ്പാടുകളുണ്ട്. പുഷ്പം കൊണ്ട് റീത്ത് സമർപ്പിക്കുന്ന ആളുകൾ. രാഷ്ട്രീയത്തിന്റെ പല രൂപത്തിലുള്ള പല ചടങ്ങുകളും പലരും ചെയ്യാറുണ്ട്. ആ ഉള്ള വസ്ത്രത്തിന്റെ മീതെ പിന്നെയും കുറെ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് പുതപ്പിക്കുന്നവർ, രാഷ്ട്രീയ പതാകകൾ കൊണ്ടുവന്ന് പുതപ്പിക്കുന്ന ആളുകൾ, പുഷ്പചക്രവും റീത്തുമൊക്കെ സമർപ്പിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ സമൂഹത്തിൽ ബന്ധപ്പെട്ട ആളുകളോട് പറയുക, അതൊക്കെ അവിടെ വാങ്ങിവെക്കുക, അവിടെ വേറെ ഇരുന്നോട്ടെ. ഈ ജനാസയിന്മേൽ അതൊന്നും ചെയ്യാൻ അനുവദിച്ചുകൂടാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ സഹാബിമാരാരും റീത്ത് സമർപ്പിച്ചിട്ടില്ല. അവരാരും ഒരു പുഷ്പചക്രം കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പിതാക്കന്മാരുടെ മരണത്തോടനുബന്ധിച്ച് കടകളൊക്കെ അടച്ച് ജോലികളൊക്കെ മുടക്കിക്കൊണ്ട് ഹർത്താലാചരിക്കുന്ന ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ. ഒരാൾ മരണപ്പെട്ടത് ഒരു ദിവസം ഒരാൾക്കും ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിക്കൂടാ. ഒരാളുടെ മരണം കാരണത്താൽ സമൂഹത്തിൽ ഒരാളുടെയും പ്രവർത്തനങ്ങൾ മുടങ്ങിക്കൂടാ. അതൊക്കെ ഇന്ന് സമൂഹത്തിൽ പലരുടെയും പല രൂപത്തിലുള്ള സ്വാധീനങ്ങൾ ഫലമായിക്കൊണ്ട് മുസ്ലിമീങ്ങളിലേക്കും അറിയാതെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനൊന്നും കൂട്ടുനിൽക്കേണ്ടവരല്ല. അത്തരത്തിലുള്ള ദുഃഖാചരണങ്ങളോ അത്തരത്തിലുള്ള സമ്പ്രദായങ്ങളോ ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളും അല്ല. നമ്മൾ ഇസ്ലാമികമായ കാര്യങ്ങൾ അത് ചെയ്യാൻ വരുന്നവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞങ്ങളെ പ്രവാചകൻ ഇങ്ങനെയാ പഠിപ്പിച്ചത്, ഇതൊന്നും ഞങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ കൊണ്ടുവന്ന പൂവൊക്കെ അവിടെ ഒരു ഭാഗത്ത് വെച്ചോളിൻ, നമുക്കതിന് ഇപ്പൊ അത് പറ്റൂല. ആ നിലയ്ക്ക് അതുപോലെ തന്നെ അള്ളാന്റെ റസൂല് അല്ലെങ്കിൽ സഹാബിമാർ ആരുടെയെങ്കിലും ഒരു മരണത്തിന്റെ പേരിൽ മദീനയിലെ ഒരൊറ്റ പീടികയും അടച്ചുകൂടി ില്ല. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു ദുഃഖാചരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നമ്മുടെയൊക്കെ സജീവമായ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇനി ജനാസ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഫർള് കിഫയാണ് ജനാസ നമസ്കരിക്കൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിൽ എല്ലാവരും ചെയ്യൽ നിർബന്ധമാണ്. പക്ഷെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ തന്നെ സമൂഹം കുറ്റത്തുനിന്ന് ഒഴിവായി ചെയ്തവർക്കേ അതിന്റെ പ്രതിഫലം കിട്ടൂ. അങ്ങനെ അതിനാണ് സാമൂഹ്യ ബാധ്യത എന്ന് നമ്മൾ പറയുന്നത്. അറബിയിൽ അതിന് നമ്മൾ ഫർള് കിഫായ എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് ജനാസ നമസ്കാരത്തിന്റെയും വിധി അത് തന്നെയാണ്. ധാരാളം ജനാസയുണ്ട് എന്ന് വിചാരിക്കുക, വേറെ വേറെ നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ തെറ്റൊന്നുമല്ല. ഓരോ ജനാസക്കും വേണ്ടി സെപ്പറേറ്റ് വേറെ വേറെ നിസ്കരിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല. എന്നാൽ ഒന്നിച്ച് കൂടുതൽ ജനാസയുള്ളപ്പോ ഒന്നിച്ച് ഒറ്റ നമസ്കാരം നിർവഹിച്ചാലും മതി. അങ്ങനെ വരുന്ന അവസരത്തിൽ ഇപ്പൊ കുറെ സ്ത്രീകളുടെ ജനാസയുണ്ട്, കുറെ പുരുഷന്മാരുടെ ജനാസയുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ എന്താണ് ഇമാമിന്റെ തൊട്ടടുത്ത് വെക്കേണ്ട മയ്യത്തിന്റെ തർത്തീബ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കുറെ ജനാസകളുണ്ട്, അതിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പൊ ഇമാമിന്റെ നേരെ മുമ്പിൽ വെക്കേണ്ട ജനാസ ആരുടേതാണ്? പുരുഷന്റെ ജനാസയാണ് വെക്കേണ്ടത്. പുരുഷന്മാരുടെ ജനാസയൊക്കെ കഴിഞ്ഞിട്ട് ഖിബിലയോട് കൂടുതൽ അടുത്ത സ്ഥലത്തേക്കാണ് ആരുടെ വെക്കേണ്ടത്? സ്ത്രീകളുടെ ജനാസ വെക്കേണ്ടത്. അത് ചെറിയ പെൺകുട്ടികളാണെങ്കിലും ശരി, ഇമാമിന്റെ അടുത്ത് വെക്കേണ്ടത് ചെറിയ ആൺകുട്ടിയാണെങ്കിലും അതാണ് മുന്തിക്കേണ്ടത്. പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലും ഇമാമിൽ നിന്ന് കുറെ ദൂരെയായിട്ടാണ് വെക്കേണ്ടത്. ആദ്യം വെക്കേണ്ടത് പുരുഷന്മാരുടേതാണ്. ആൺകുട്ടികളായിരുന്നാലും ശരി അങ്ങനെ തന്നെയാണ് എന്നാണ് ആ വിഷയത്തിൽ നമുക്ക് പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജനാസ നമസ്കാരം എവിടെ വെച്ചെല്ലാം ആവാം. പള്ളിയിൽ വെച്ചും ജനാസ നമസ്കരിക്കാം, പൊതുമൈതാനത്ത് പൊതുസ്ഥലത്ത് വെച്ചും ജനാസ നമസ്കരിക്കാം. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം, ചില മദ്ഹബുകളിലൊക്കെ പള്ളിയിലേക്ക് ജനാസ കയറ്റാനേ പാടില്ല എന്നാണ് നിയമം. നമ്മൾ മനസ്സിലാക്കണം. ചില മദ്ഹബുകളിലേക്ക് കടന്നു നോക്കിയാൽ ചില മദ്ഹബ് അടിസ്ഥാനത്തിൽ ഹനഫി മദ്ഹബിലൊക്കെ ജനാസ പള്ളിന്റെ ഉള്ളിൽ കയറ്റി പള്ളിന്റെ ഉള്ളിൽ നിന്ന് ജനാസ നിസ്കരിക്കാനേ പാടില്ല. പള്ളിന്റെ ഉള്ളിൽ നിന്ന് ജനാസ നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ സ്വീകാര്യാവൂല എന്നൊക്കെ പറഞ്ഞ തീവ്രമായ വാദങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള മദ്ഹബുകളുണ്ട്. സഹോദരന്മാരെ, ഏത് പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായങ്ങളിലും ഉണ്ടാകും സ്വീകാര്യമായതും തിരസ്കൃതമായവയും. ഏതാളുകൾക്കും അബദ്ധങ്ങൾ സംഭവിക്കാം. അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞവർക്ക് പള്ളിയിൽ വെച്ച് ജനാസ നമസ്കരിച്ച രേഖകൾ ഒരുപക്ഷെ കിട്ടാത്തത് കൊണ്ടാവാം നമ്മൾ അവരെക്കുറിച്ച് നല്ലതാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇമാം അങ്ങനെയാ പറഞ്ഞാലേ എന്റെ മദ്ഹബിൽ അങ്ങനെ അഭിപ്രായം എന്ന നിലയ്ക്ക് വാശി പിടിക്കാനും പാടില്ല. ചില ഹനഫികളായ ആളുകളൊക്കെ ജനാസ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ സമ്മതിക്കേയില്ല. പൊതുസ്ഥലത്ത് തന്നെ നിസ്കരിക്കണം, പള്ളിന്റെ പുറത്ത് വെച്ചിട്ട് തന്നെ നിസ്കരിക്കണം. കാരണം ജനാസ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളി കയറ്റാൻ പാടില്ല. അതിന് ചിലരൊക്കെ പറയുന്ന ന്യായീകരണം മരിച്ചാൽ പിന്നെ നജസാണ്, പള്ളി കയറ്റാൻ പാടില്ല എന്നാണ്.
അപ്പൊ അതൊന്നും ആ നിലക്ക് പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് യോജിക്കുന്നതല്ല. നിങ്ങൾ നോക്കൂ, മഹാനായ സുഹൈൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വഫാത്തായ നേരത്ത് അവിടുത്തെ ജനാസ നമസ്കരിച്ചതിനെ പറ്റി സഹാബത്ത് പറയുന്നത് എന്താണ്? മാ സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ സുഹൈൽ ഇബ്നു ബൈദാ ഇല്ലാ ഫീ ജൗഫിൽ മസ്ജിദി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. സുഹൈൽ ഇബ്നു ബൈദാ റളിയല്ലാഹു തആല അൻഹു വഫാത്തായ നേരത്ത് അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ജനാസ നിസ്കരിച്ചിട്ടില്ല. ഇല്ലാ ഫീ ജൗഫിൽ മസ്ജിദി, പള്ളിക്കകത്ത് വെച്ചല്ലാതെ റസൂൽ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അകത്ത് വെച്ച് തന്നെയാണ് സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് ജനാസ നമസ്കരിച്ചത്. ഇനി സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം, ജനാസ നമസ്കരിക്കാൻ എത്രത്തോളം ആളുകൾ ഉണ്ടാകുന്നുവോ അത്രയും നല്ലതാണ്. കാരണം ഈ നമസ്കരിക്കുന്നവരൊക്കെ അള്ളാഹുവിനോട് ശുപാർശ പറയുകയാണ് ഈ മനുഷ്യന് വേണ്ടി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ മിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീൻ യബ്ലുഗൂന മിഅതൻ കുല്ലുഹും യസ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീഹി. ഏതൊരു മുസ്ലിമാവട്ടെ, ആ മുസ്ലിമായ മയ്യത്തിന് വേണ്ടിയതാ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട യബ്ലുഗൂന മിഅതൻ, ഒരു 100 ആളുകളോളം നമസ്കരിക്കുന്നു. ഒരു 100 ആൾ വരുന്ന ഒരു സമൂഹം ഏതെങ്കിലും ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നുവെങ്കിൽ അതാ കുല്ലുഹും യസ്ഫഊന ലഹു, എല്ലാവരും ഈ സഹോദരന് വേണ്ടി, ഈ സഹോദരിക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ ചോദിക്കുന്നുവല്ലോ. പുറത്തു കൊടുക്കണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ അല്ലാ, കാവൽ നൽകണേ അല്ലാ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണേ അല്ലാ എന്നിങ്ങനെ നിരന്തരം തേടുകയാണല്ലോ. ആ തേട്ടമാണല്ലോ നമസ്കാരത്തിൽ നടക്കുന്നത്. അങ്ങനെ തേടുകയാണെങ്കിൽ ഇല്ലാ ശുഫിഉ ഫീഹി, ആ മനുഷ്യന്റെ കാര്യത്തിൽ അല്ലാഹു അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല, അത് സ്വീകരിക്കുന്നതാണ്. പക്ഷേ മറ്റൊരു ഹദീസ് നിങ്ങൾ കേൾക്കേണ്ടതാണ്. നിസ്കരിക്കുന്ന മനുഷ്യന്മാര് ഏതെങ്കിലും ചപ്പുചവറുകളായാൽ പോരാ, പേരിൽ മാപ്പിളയായാൽ പോരാ, പേരിൽ ഇങ്ങനെ മുസ്ലിമായാൽ പോരാ, റിലീജിയന്റെ കോളത്തിൽ മാപ്പിള എന്നോ മുസ്ലിം എന്നോ രേഖപ്പെടുത്തുന്ന ബന്ധമല്ലാതെ ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത കുറെ ആളുകൾ ഇങ്ങനെ നിസ്കരിക്കാനുണ്ടായിട്ട് കാര്യമുണ്ടോ? അങ്ങനെ കുറെ ആള് നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഏതെങ്കിലും അത്തരത്തിലുള്ള കുറെ മാപ്പിളമാരി എന്ന് പറയാവുന്ന കുറെ ആൾക്കാർ ലക്ഷങ്ങൾ പങ്കെടുത്തു ജനാസ നിസ്കാരത്തിന്. എന്താ കൊണ്ട് പ്രയോജനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുറഞ്ഞതാണെങ്കിലും മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലാ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജനാസക്ക് വേണ്ടി 40ഓളം ആളുകൾ നമസ്കരിക്കുന്നുവെങ്കിൽ, ഒരു 40 ആള് ജനാസ നമസ്കരിക്കാനുണ്ടെങ്കിൽ, എങ്ങനത്തെ 40 ആളുകൾ? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ അവർ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവരാണ്, ശിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാരാണ്, കരകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളാണ്, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ശുദ്ധന്മാരായ അത്തരത്തിലുള്ള മുവഹ്ഹിദീങ്ങളായ ഒരു 40 ആളെങ്കിലും നമുക്ക് വേണ്ടി നിസ്കരിക്കാനുണ്ടെങ്കിൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, ആ മനുഷ്യന്റെ കാര്യത്തിൽ അവർ അല്ലാഹുവോട് തേടുന്ന തേട്ടം അല്ലാഹു കബൂലാക്കാതിരിക്കുകയില്ല. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജനാസ നമസ്കാരത്തിന് മഹാന്മാരായ ആളുകളെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാസയിൽ പങ്കെടുക്കാനും അതിൽ നമസ്കരിക്കാനുമൊക്കെ പരലോക ഭയമുള്ള പടച്ചവനെ പേടിയുള്ള മുവഹ്ഹിദുകളായ ശിർക്ക് ചെയ്യാത്ത തെമ്മാടികളല്ലാത്ത നല്ലവരായ ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്.
അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് വേണ്ടി നമ്മളെ ജനാസ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു എന്നിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോ റഹ്മാനായ റബ്ബ് അതിന് ഉത്തരം കൊടുക്കാതിരിക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ യോഗ്യരായി തീരാൻ നമ്മളും വളരണം. അതിനൊക്കെ അർഹതയുള്ളവരായി തീരാൻ നമ്മളും ഉയരണം. ഇങ്ങനെ ഉയരണം, എങ്ങനെ വളരണം? ഈമാൻ കൊണ്ട് വളരണം, അമലുസ് സ്വാലിഹാത്ത് കൊണ്ട് ഉയരണം. എങ്കിൽ അല്ലാഹുവിന്റെ സഹായവും സ്നേഹവും ഒക്കെ നമുക്കുണ്ടാകും. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു അവർക്ക് വലിയ സ്നേഹം ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലാഹു അവർക്ക് വലിയ സ്നേഹം അവരോട് കാണിക്കുന്നതാണ്. ആ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടേണ്ടത്. റഹ്മുർ-റഹീമീനായ നാഥൻ നമുക്കൊക്കെ വേണ്ടി നല്ലവരായ ആളുകൾ നിർവഹിക്കുന്ന നമസ്കാരം നമുക്കൊക്കെ കിട്ടണം. നമ്മളതിന് നല്ലവരാകണം, നാം നല്ലവരാകണം, നാം സൽക്കർമ്മികളാവണം, നാം നല്ല വിശ്വാസികളാവണം, നാം സത്യത്തിന്റെ പാതയിൽ എന്നും ഉറച്ചു നിൽക്കണം. ഒരിക്കലും പതറാതെ ദുന്യാവിന്റെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ വാശി പിടിക്കാതെ ആഖിറത്തിന് വേണ്ടി നമുക്ക് വാശി പിടിക്കാം. അത് നമ്മുടെ ആദർശത്തിന്റെ കാര്യമാണ്. ആ നിലക്ക് ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം ശാന്തമായിരിക്കും, സമാധാനപൂർണമായിരിക്കും. നമ്മുടെ ഖബർ ജീവിതം സമാധാനപൂർണമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഇനിയും പല കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്ക് ദീർഘം സംസാരിക്കുവാനുണ്ട്. റഹ്മുർ-റഹീമീനായ നാഥൻ ഉപകാരപ്രദമായ അറിവുകൾ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും ജീവിതത്തെ ശുദ്ധീകരിക്കാനും ക്രമീകരിക്കാനുമൊക്കെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയാതെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളും വാക്കുപിഴവുകളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والسلام عليكم ورحمة الله وبركاته.